കാർത്തിക, രോഹിണി, പുണർദം, പൂയം, അത്തം, ചോതി, ഉത്രാടം എന്നിങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് ഈ മെയ് മാസം 15-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ നിരവധി കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. അതോടൊപ്പം തന്നെ ഈ മെയ് 15-ാം തീയതി എന്ന് പറയുന്നത് ഇടവമാസം 1-ാം തീയതി കൂടിയാണ്. ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ 7 നക്ഷത്രക്കാരിലും ഇടവമാസത്തിൽ ഇരട്ട രാജയോഗമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ 7 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഇടവമാസം 1-ാം തീയതി പിറക്കുന്നത് മുതൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അതിവിശേഷമാണ്. അപ്പോൾ ഈ 7 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും മെയ് മാസം 15-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി മെയ് മാസം 15-ാം തീയതി ബുധനാഴ്ച മുതൽ ജീവിതത്തിൽ ഏറ്റവും മികച്ച ചില സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളാണ്. ഈ മെയ് മാസം 15-ാം തീയതിയോടെ കാർത്തിക നക്ഷത്രക്കാരുള്ള ഭവനങ്ങൾക്ക് തന്നെ വളരെ വലിയ ഒരു പോസിറ്റിവിറ്റി തിരിച്ചറിയുവാൻ കഴിയുകയും എല്ലാ കാര്യങ്ങളും പരസ്പരം ഐക്യത്തോടെയും സന്തോഷത്തോടെയും ചെയ്യുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാറ്റം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് ഫലത്തിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ മെയ് മാസം 15-ാം തീയതി മുതൽ ഈ ഇടവമാസം മുഴുവനായി നിങ്ങളിൽ ഈ ഭാഗ്യം നിലനിൽക്കുകയും അതിനാൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും വളരെ ഭംഗിയായി പൂർത്തീകരിച്ചെടുക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ചില നേട്ടങ്ങൾ വന്നു ചേരുവാനും ഇടയാകും. അതായത് കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ മെയ് മാസം 15-ാം തീയതി മുതൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള പുതിയ ചില കാര്യങ്ങൾ ചെയ്യുവാനും ജീവിതത്തിൽ ചില നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുവാനുള്ള യോഗവും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്കും കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ മാതാപിതാക്കൾക്കും മക്കളുടെ ജീവിതത്തിലെ ചില സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും അതുപോലെ തന്നെ മക്കൾക്ക് കൈത്താങ്ങാവുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഭാഗ്യവും ഈ മെയ് മാസം 15-ാം തീയതി മുതൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ഈ മെയ് 15-ാം തീയതി വ്യാഴാഴ്ച വളരെയധികം ഗുണകരമായ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ തുടക്കം കുറിക്കുവാനുള്ള മഹാഭാഗ്യം കൈവരുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നും നിരവധി വെല്ലുവിളികളും മനസമാധാനം പോലും ഇല്ലാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളും അനുഭവിച്ചു വരുന്നുണ്ട്. ഭഗവാൻ പോലും പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളും ചുരുക്കമല്ല. എന്നാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും എല്ലാം ശമിക്കുകയും വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ഈ ഇടവമാസത്തെ തന്നെ കണക്കാക്കേണ്ടത്. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും നിങ്ങൾ പണ്ട് തൊട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗവും ഈ മെയ് മാസം 15-ാം തീയതി വ്യാഴാഴ്ചയോടെ കൈവരും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം രോഹിണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ആരോഗ്യത്തെ പറ്റിയാണ്. നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങളും ഒരു ജോലി പോലും നല്ല രീതിയിൽ ചെയ്യുവാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വരെ ആരോഗ്യം മെച്ചപ്പെടുകയും നിങ്ങൾക്ക് അതിൻ്റേതായ എല്ലാ പോസിറ്റീവ് ഊർജവും തിരിച്ചറിയുവാൻ കഴിയുകയും ചെയ്യും. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വാസ്തവം.
മാത്രമല്ല ഈ ഇടവമാസത്തിലെ ഇരട്ട രാജയോഗം രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതിലും ചില സുഖസൗകര്യങ്ങളും നിങ്ങളുടെ ഭവനത്തിലേക്ക് ചില ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങളിലേക്ക് ഈ ഉയർച്ചകളെല്ലാം വന്നപ്പോൾ നിങ്ങൾക്ക് മനസമാധാനവും സന്തോഷവും അധികരിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുകയും ചെയ്യും. ഇനി മൂന്നാമതായി ഈ മെയ് മാസം 15-ാം തീയതി വ്യാഴാഴ്ച ഏറ്റവും ശുഭകരമായ ഒരു സമയത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് പുണർദം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ സമാധാനം തകർക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അധികവുമുള്ളത്. മാത്രമല്ല ജീവിതത്തെ തന്നെ ഒരു ഭയത്തോടെയാണ് പല പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും നോക്കിക്കാണുന്നത്. എന്നാൽ ഇതിൽ നിങ്ങളെയും തെറ്റി പറയുവാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്രയേറെ ദൗർഭാഗ്യങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗം കേൾക്കുവാനോ നിങ്ങളോട് ഒരു നല്ല വാക്ക് പറയുവാനോ പോലും ആരുമില്ല എന്നുള്ള തോന്നൽ വരെ പല പുണർദം നക്ഷത്രക്കാർക്കും ഉണ്ട്. എന്നാൽ ഈ മെയ് മാസം 15-ാം തീയതി വ്യാഴാഴ്ചയോടെ നിങ്ങളിൽ ഭാഗ്യം അധികരിക്കുകയും ജീവിത സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട പല മാറ്റങ്ങളും നിങ്ങൾക്ക് തന്നെ കാണുവാൻ കഴിയുകയും ചെയ്യും. ഇനിയും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മെയ് 15-ാം തീയതി വ്യാഴാഴ്ച ചില പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ദൂരയാത്രകൾ ചെയ്യേണ്ടി വരികയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പുതിയ ചില ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുവാനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലകളിൽ ഒരു ഉയർച്ച കൈവരിക്കുവാനുമെല്ലാം പുണർദം നക്ഷത്രക്കാർക്ക് കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ ഇടവമാസം എന്ന് പറയുന്നത്. ഇനി ഈ മെയ് മാസം 15-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൻ്റെ ശുഭകരമായ സമയങ്ങളിലേക്ക് കടക്കുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂയം നക്ഷത്രക്കാരാണ്. വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയും മാനസിക വിഷമതകളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പൂയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കഷ്ടകാലം നിറഞ്ഞ സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു നല്ല രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് നൽകുന്ന സാഹചര്യങ്ങൾ വന്നെത്തുവാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ ഇടവമാസത്തിൽ ചില വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തടസ്സങ്ങളും വസ്തു തർക്കങ്ങളുമെല്ലാം പരിഹരിക്കപ്പെടുകയും ഇതിലൂടെ നിങ്ങളിലേക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ കൈവരികയും ചെയ്യും. അതുപോലെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങി വെച്ചിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ആ വീട് പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന പൂയം നക്ഷത്രക്കാർക്ക് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ മെയ് മാസം 15-ാം തീയതി മുതൽ ഇടവമാസം മുഴുവനായി നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പൂയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭവനങ്ങളിൽ ചില മംഗളകരമായ കാര്യങ്ങൾ തീർച്ചയായും ഈ ഇടവമാസത്തിൽ വന്നു ചേരുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ സന്തോഷവും സമാധാനവും അധികരിക്കുകയും ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റ് പല നല്ല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഇനി ഈ മെയ് മാസം 15-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണകരമായ പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസം 15-ാം തീയതി വ്യാഴാഴ്ച എന്നുള്ളത് ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. പ്രത്യേകിച്ച് ചില അത്തം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും കുടുംബത്തോടൊപ്പം കുറച്ചധികം സമയം ചിലവഴിക്കുവാനും കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗവും
ഈ ഇടവമാസത്തിൽ ഉണ്ടാകുവാൻ പോവുകയാണ്. മാത്രമല്ല അത്തം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം 15-ാം തീയതി വ്യാഴാഴ്ച, അതായത് ഇടവമാസം 1-ാം തീയതി നിങ്ങളുടെ കർമ്മമേഖലയിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വലിയ ഒരു നേട്ടം വരുവാൻ കാരണമാവുകയും അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അത്തം നക്ഷത്രക്കാർക്കും ഈ ഒരു ദിവസം ചില പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ മെയ് 15-ാം തീയതി ജന്മദിനം ആഘോഷിക്കുവാൻ പോകുന്ന അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വരും വർഷം ഏറ്റവും ഐശ്വര്യദായകവും നേട്ടങ്ങൾ നിറഞ്ഞതുമായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇനി പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹം കഴിഞ്ഞിരിക്കുന്ന ചില അത്തം നക്ഷത്രക്കാരായിട്ടുള്ള പെൺകുട്ടികളെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് വിവാഹം കഴിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടെങ്കിലും ചെന്ന് കയറിയ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനമില്ലാത്ത അന്തരീക്ഷവും ചില പ്രത്യേക മാനസിക അവസ്ഥകളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഈ ഇടവമാസത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന് ഒരു മാറ്റം വരികയും നിങ്ങൾക്ക് സ്വയം ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ആത്മധൈര്യം ലഭിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ നിങ്ങളുടെ വരുമാന സ്രോതസ്സിലും ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമുണ്ടാകുവാൻ പോകുന്ന സമയമാണ് ഈ ഇടവമാസം. ചുരുക്കി പറഞ്ഞാൽ അത്തം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിരവധി മുന്നേറ്റങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമയമായിരിക്കും ഈ 15-ാം തീയതി വ്യാഴാഴ്ചയോടെ തുടങ്ങുന്നത്. ഇനി 6ാമതായി ഈ ഇടവമാസം 1-ാം തീയതി വ്യാഴാഴ്ച ജീവിത നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാരിലേക്ക് ഈ 15-ാം തീയതി മുതൽ നിങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതൽ സമ്പത്ത് വന്നു ചേരും എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് സമൂഹത്തിലും കുടുംബത്തിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലും കർമ്മ മേഖലയിലും എല്ലാം വളരെ വലിയ രീതിയിലുള്ള ചില അംഗീകാരങ്ങൾ വരെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമായിരിക്കും ഇത്. അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് അവസാനമാവുകയും മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കുവാനും മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹവും കാണിക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങളും ഈ ഒരു സമയത്ത് ചോതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ കാണുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടബാധ്യതകൾ പരിഹരിക്കപ്പെടുകയും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുവാനായി ചെയ്ത ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമായ ചില സമ്പത്ത് നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന തരത്തിലുള്ള ഭാഗ്യവും ചോതി നക്ഷത്രക്കാർക്ക് ഇടവമാസത്തിൽ വളരെയധികമാണ്. മാത്രമല്ല, പല ചോതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും സൽസന്താന ഭാഗ്യവും ആഗ്രഹിച്ച വ്യക്തിയെ തന്നെ വിവാഹം ചെയ്യുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് കൈവരും. ഇനി അവസാനമായി ഈ മെയ് 15-ാം തീയതി വ്യാഴാഴ്ച മുതൽ ഈ ഇടവമാസം മുഴുവനായി പലതരത്തിലുള്ള ഭാഗ്യങ്ങളും ജീവിതത്തിലെ വിവിധ മേഖലകളിൽ തിരിച്ചറിയുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രാടം നക്ഷത്രക്കാരാണ്. പ്രത്യേകിച്ച് ചില പരീക്ഷകളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ഒരു നല്ല റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഇത് ഏറ്റവും നല്ല ഒരു സമയമാണ്. കാരണം നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഒരു മികച്ച ഫലം തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്രക്കാരിലെ നിങ്ങളുടെ കർമ്മ മേഖലകളിൽ ഏറ്റവും ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ ശമിച്ച് സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരുകയും ചെയ്യുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇടവമാസം 1-ാം തീയതി മുതൽ ഈ ഇടവമാസം മുഴുവനായി ഈ നക്ഷത്രക്കാരിൽ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും മാനസിക സന്തോഷവും സമാധാനവും എല്ലാം നിലനിൽക്കുവാൻ പോകുന്നു എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ ഈ മെയ് മാസം 15-ാം തീയതി വ്യാഴാഴ്ച മുതൽ ഈ പറഞ്ഞിരിക്കുന്ന 7 നക്ഷത്രക്കാർക്കും പൊതുവെ വളരെ ഗുണകരമായ ഫലങ്ങളായിരിക്കും ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക.
നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.